ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നല്ലൊരു പയർ കൃഷിയാണ്. ഈ പയർ കൃഷി തൃശ്ശൂരിൽ നിന്ന് വന്ന അരിയാണ് കേട്ടോ. ഇത് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരി നിഷിജ അയച്ചു തന്നതായ വിത്തുകളായിരുന്നു. അപ്പോൾ ഞാനത് വയലറ്റ് പയറെന്ന് കേട്ടപ്പോഴും ഉടനെ അത് കുഴിച്ചിട്ടു. പക്ഷേ നല്ലതുപോലെ അത് പിടിക്കുകയും ചെയ്ത്. കണ്ടില്ല, ഇല കാണുന്നതിനേക്കാളും കൂടുതൽ അതിനകത്ത് പയറുണ്ട്. ഇത് തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണെന്നാണ് നിഷിജ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് തോരനൊക്കെ വെച്ച് നോക്കണം. ഞാൻ ഇതിലൊന്നും വെച്ച് നോക്കിയില്ല. ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചതിന് ശേഷം ഒരു തോരനൊക്കെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ആദ്യം പിടിച്ചതാണ്ട് വിത്തിനെ നിർത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ നിന്ന് ഉണങ്ങി നിൽക്കുകയാണ്. ഒരു മൂന്നെണ്ണമെങ്കിലും വിത്തിന് നിർത്തിയെങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ളതായ പയറൊക്കെ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. അത് നടുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. എല്ലാം നടുന്ന രീതി ഒരേപോലെ തന്നെയാണ്. എങ്കിലും നമുക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു പയറല്ലേ, ഒരു വെറൈറ്റി പയർ. അപ്പോൾ അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ പയർ കട്ട് ചെയ്തെടുക്കാം. ഒരു തോരനും കൂടെ ഒക്കെ വയ്ക്കാം അല്ലേ. കൃഷിയും നടക്കണം, തോരനും വയ്ക്കണം. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. തൃശ്ശൂർ വളരേണ്ട പയർ കൊല്ലം ജില്ലയിൽ അന്ന് വളരുന്നു. അപ്പം കണ്ടില്ലേ, ഇത്രയും പയറും കിട്ടി. ഒരു സവാളയും കൂടി ഇടാമെങ്കിൽ നമുക്ക് നല്ലൊരു തോരനായിട്ടുണ്ട്. ഇതാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ഒരു 4 മൂട് പയർ എന്തെങ്കിലും നമ്മുടെ മുറ്റത്ത് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ഇതേപോലെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കടയിലൊന്നും പോകാതെ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം. നിഷിജ കുറേ അരി അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേശ്ശെ ഇങ്ങനെ ചൂടൊക്കെ അല്ലേ, അപ്പം കുറേശ്ശെയൊക്കെ കുഴിച്ചിടാമെന്ന് കരുതി അങ്ങനെ ആദ്യം തുടക്കത്തിൽ കുഴിച്ചിട്ട പയറാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതിനെ വളർത്തി കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഇനി അതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നും കൂടെ നോക്കാം. ചാണകമൊക്കെ നമ്മളിപ്പം വാങ്ങിച്ചതാണ്. 1000 രൂപയുടെ ചാണകം വാങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒരു ഇങ്ങനെ ഒരു ചെറിയ പിടി കുമ്മായം, അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ടെറസിന് തൂത്തുവാരിയതാണ്ട് പൂപ്പായൽ. അപ്പോൾ ഷീറ്റ് ഇടാത്തതുകൊണ്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ പൂപ്പാൽ വരും. അതും ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ തൂത്തുവാരാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാക്കി വെറുതെ കളയണ്ട. അപ്പോൾ നമുക്ക് കൃഷിക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് ചകിരിപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിടുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. വളമിടുമ്പോൾ വീണ്ടും നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അല്ലാതെ ഗ്രോ ബാഗ് നിറച്ച് നമ്മളങ്ങ് മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ വളമിടാൻ പറ്റത്തില്ല. അപ്പം ഈ ചാണകക്കട്ട എല്ലാം നല്ലതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കണം. ഈ പച്ചച്ചാണം ഇടാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചിട്ടിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പച്ചച്ചാണം ഇടുമ്പം പെട്ടെന്ന് കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകും. നല്ലതുപോലെ അങ്ങ് പൊടിക്കണം. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഈ മിക്സിങ്. ഇപ്പോൾ ഒരാഴ്ച വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇട്ടിട്ട് പിന്നെ ഗ്രോ ബാഗ് നിറച്ചാലും മതി. ഇപ്പം നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട്, പുതിയ ആൾക്കാർ കാണുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് കാണിക്കുകയാണ്. പകുതിയോളം നമ്മൾ കരിയില നിറച്ചു. പഴയ ഗ്രോ ബാഗിനാണ് കണ്ട മണ്ണ് തട്ടിയിട്ടേക്കുന്നത് കണ്ടല്ലോ. അതിനകത്തോട്ട് വീണ്ടും നമ്മൾ കരിയില നിറച്ചു. അതൊക്കെ നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഈ മണ്ണ് അതിനകത്തോട്ട് നിറയ്ക്കാം. കട്ടയൊക്കെ അങ്ങ് പൊടിച്ചു കൊടുക്കണം. അത് ചാണകം. അത് ഇത്രയും മണ്ണൊക്കെ മതി. ഇനി നമ്മൾ നിവർത്തി വെച്ചിട്ട് വീണ്ടും നമ്മൾ മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് നിർത്താം. ഇനി അടുത്തെടുക്കാം. മണ്ണൊക്കെ കോരാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു കോരിയൊക്കെ വെച്ചിരുന്നാൽ പഴയത് നമുക്ക് കൈ കൊണ്ട്
ധാരാളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നാലും മണ്ണൊക്കെ കൈപ്പറ്റും, അതൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തിന് നല്ലതാണ് ഇച്ചിരി മണ്ണൊക്കെ കൈപ്പറ്റുന്നത്. എല്ലാം ഇതേപോലെ നിറച്ച് വയ്ക്കാം. പ്രാവശ്യം ടെറസിലെ കവറുകളെല്ലാം തട്ടിയിട്ടിട്ട് ഇതേപോലെ മണ്ണൊക്കെ ഒരുക്കി വൃത്തിയാക്കി വെക്കുകയാണ്. ഇതിപ്പം വയലറ്റ് പയർ ഉണങ്ങിയതാണിത്. അപ്പോൾ വയലറ്റ് പയർ ഉണങ്ങിയിട്ട് നമുക്ക് തൊലിയോടുകൂടി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പയർ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പം അതിൻ്റെ പയറാണ്. ഇപ്പം മണ്ണൊക്കെ ഒരുക്കിയിട്ട് എൻ്റെ കയ്യിൽ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം വേണ്ട, വയലറ്റ് പയറിൻ്റെ കളർ ഇതാണ്. അതും നമുക്കൊരു 3 മൂടായിട്ട് അത് നമുക്ക് 3 പയർ വീതം കുഴിച്ചിടാം. നമ്മൾ പിന്നെ നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ വിത്ത് നമ്മളെടുത്ത് വെച്ചേക്കണം. പിന്നെയും നമ്മൾ ഈ അരി തേടി നടക്കാതെ. നമ്മൾ പയർ നട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓസിട്ട് കൊണ്ടൊന്നും വെള്ളം കുത്തനെയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു നല്ലതുപോലെ വളർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഓസൊക്കെ ഒഴിച്ച് കുടിക്കാം. നല്ല സ്പീഡിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം, നല്ല ഫോഴ്സിലൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് നിഷിജയുടെ തന്നെ കൃഷികൾ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിഷിജ പച്ചക്കറി കൃഷികളും അതുപോലെ കോഴി വളർത്തലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം പറയുന്നത് പശുവിനെയും കൂടെ വളർത്തണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരെണ്ണത്തിനെ വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോഴിയൊന്നും നിഷിജ കൈ കൊണ്ട് തൊടത്തുമില്ല. പക്ഷേ എങ്കിൽ മോനാണ്, 6 പഠിക്കുന്ന മോനാണ് ഇതെല്ലാം അമ്മയെ സഹായിച്ചു കൊടുക്കുന്നത്. പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നത് നിഷിജയാണ്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ പച്ചക്കറികളും നിഷിജ തൻ്റെ പറമ്പിൽ നട്ടു വളർത്തുന്നുണ്ട്. ചാമ്പയ്ക്ക, അതുപോലെ തന്നെ സപ്പോട്ടയ്ക്ക ഉണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, ഏത്തവാഴയൊക്കെ നല്ലതുപോലെ കുലയ്ക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാം നമുക്കതിനകത്ത്. അതുപോലെ തന്നെ മാതളം, അനാർ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നിഷിജയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വയലറ്റ് പയറിൻ്റെ കൃഷി രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മുടെ വീട്ടിലുള്ളതായ വിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുക. കാരണം എല്ലാവരും വീട്ടിലുള്ള സമയമാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൃഷികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് ഏത് കവറിനകത്തായാലും മതി, നമ്മുടെ വീട്ടിലുള്ളതായ വിത്തുകളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമല്ല ട്രെൽ എന്ന ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ അവിടെയും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.